മല്ലിക വന്നിട്ടുണ്ട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. 1-2 തവണ ഞാൻ പറഞ്ഞ് അനീഷോട് തന്നെ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആഴ്ച അതിന്റെ ചൂട് നിൽക്കായിരിക്കും. അത് കഴിഞ്ഞ് അങ്ങ് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചപ്പം കുട്ടികളില്ല, 16 വർഷമായി കുട്ടികളില്ല. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു മെമ്പറെ കാണാറ് പൈസക്ക് പ്രശ്നമില്ല, കാരണം 3-4 വീടുകളിലൊക്കെ ജോലിക്ക് പോയി ഈ സ്ത്രീ വീട്ടുപണിക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. വരുമാനമുണ്ട്. അപ്പൊ അവർക്ക് പട്ടിണി കൂടാണ്ടുള്ള നല്ല വരുമാനമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമുക്ക് പൈസ സംബന്ധമായിട്ട് പ്രശ്നങ്ങളില്ല. അങ്ങനെ ഒന്നുമില്ല. പണി നല്ല പൈസ. അനീഷ് തെങ്ങ് കയറാൻ പോകും. നിറച്ച് പൈസയുണ്ട്. അതുകൊണ്ട് മര്യാദക്ക് ജീവിച്ചാൽ യാതൊരു പട്ടിണി പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരിക്കലെങ്കിൽ വന്നിട്ട് പറയും അത് അനീഷ് ചില സമയം 10-16 വർഷമായി. അപ്പം ചില സമയങ്ങളിൽ അങ്ങനെ പറയും, തിരിഞ്ഞു നോക്കാറില്ല, അങ്ങനെല്ലാം പറയും. മോശമായിട്ട് ഞാൻ കുഴപ്പമില്ല, നമുക്ക് സംസാരിക്കാം. പക്ഷെ നമുക്കൊന്നും പച്ചക്കറി സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വീട്ടിൽ ചെന്നാൽ കാണത്തില്ല. പിന്നെ ഫോൺ വിളിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം ഈ അനീഷ് പെട്ടെന്ന് ആ സമയത്ത് എന്നോട് വന്ന് പറഞ്ഞത് എനിക്കൊരു ഫോൺ കോൾ വന്നു. മുഖത്തിന് മുമ്പിൽ പുള്ളിക്കാരൻ ഒരു നല്ലപോലെ മദ്യപിച്ച് നാട്ടുകാരെ വ്യക്തിയാണ്. ഇപ്പം അമ്മയായിട്ട് പ്രശ്നം, ഭാര്യയായിട്ട് സഹോദരങ്ങളായിട്ട് പ്രശ്നം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉച്ചയോടുകൂടി കാരണം ഞങ്ങൾ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ച പ്ലേറ്റും അവശിഷ്ടങ്ങളും ഉണ്ട്. അപ്പം അതിനുശേഷമായിരിക്കാം, അപ്പം അതിനോട് സംബന്ധിച്ചായിരിക്കാം ഇങ്ങനെ ഒരു സംഭവ വർത്താനമൊക്കെ വന്നത്. അപ്പൊ അതിനുശേഷം ഈ ഫോൺ കോളിനെ ചൊല്ലി ഭാര്യയ്ക്ക് വന്ന കോളാണോ അല്ല അനീഷിന് വന്ന കോളിനെ പറ്റി ഞങ്ങള് വാക്കുതർക്കം. പിന്നെ ആ സമയത്ത് ആരാ ചോദിക്കാനുള്ളൂ നമുക്ക് അത് ശരിയല്ല, നമ്മൾ അതിലേക്ക് ഞാൻ കൂടുതൽ കടന്നില്ല. ഇങ്ങനെ അനീഷ് തന്നെ പറഞ്ഞു ഒരു ഫോൺ കോൾ വന്നതിനെ ചൊല്ലിയാണ് ഞങ്ങള് വാക്കുതർക്കം ഉണ്ടായി എന്ന് അനീഷ് തന്നെ പറഞ്ഞു. അങ്ങനെയാണ് ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഈ കോള് വന്നതിനെ പറ്റി സംസാരിച്ചിട്ടാണ് ഇവിടെ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നത്. മല്ലിക ഞാൻ ചാവുമെന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അനീഷിനോട് പറയുന്നു. ഒരു കത്തി എടുത്ത് ഇങ്ങനെ കഴുത്തെ വെച്ചോണ്ടിരുന്ന പറഞ്ഞു, കഴുത്തെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അനീഷ് അങ്ങനെ ഒരു പറയുന്ന സ്ത്രീ അങ്ങനെ ആത്മഹത്യ സ്വയം കഴുത്തിൽ കുത്തി ചാവുന്ന മെമ്പർക്ക് എന്തെങ്കിലും അനുമാനിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു വന്ന ഇപ്പൊ അത്രയും വലിയ കാലിബറുള്ള സ്ത്രീയാണോ ഈ മല്ലിക? കാഴ്ചയിലും പെരുമാറ്റത്തിലും അല്ല. അങ്ങനെ ഒരു നമ്മുടെ മുമ്പിൽ വന്നു, നമ്മുടെ മുമ്പിൽ പരാതിയൊക്കെ ആയിട്ട് വന്ന് നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക, അല്ലെങ്കിൽ അതിനെ തിരുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അത്ര ഒരു ബോൾഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് കിടക്കുമെന്ന് എനിക്കൊരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അതിനു മുമ്പ് ഇത്ര കഷ്ടം